വിനു എന്ത് പണിയായി കാണിച്ചത്? അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വെച്ചൊന്നും സംസാരിക്കണ്ട. താനിങ്ങനെ പേടിച്ചാലോ മീര? പറയുന്നത് കേക്ക് വിനു. മീര പ്ലീസ്. മീര എടോ, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട. നീയാണോടാ വിനോദ്? അതെ. പഠിക്കാൻ വരുന്ന പിള്ളേരെ ശല്യം ചെയ്യലാണോ നിന്റെ ജോലി? അയ്യോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. പോരുത്. ഇത് ഞങ്ങളൊന്നും. വണ്ടിയിൽ എന്താ വണ്ടിയിലോ? നായിന്റെ മോനെ, കോളേജിലെ റോമിയോണെന്നാണ് നിന്റെ വിചാരം? അടിച്ചതിന്റെ പല്ല് തെറിപ്പിക്കും ഞാൻ. എന്റെ പൊന്ന് സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? മിണ്ടിപ്പോകരുത്. മേലാൽ ആ കുട്ടിയെ ശല്യം ചെയ്താൽ അടിച്ചതിന്റെ കൈയും കാലം തെറിപ്പിച്ചളാ ഞാൻ. റാസ്കൽ. ഞങ്ങളുടെ കോളേജിലെ വിനോദിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളവരെ കൊണ്ടുപോകാനാ വന്നത്. നിങ്ങളൊക്കെ ആരാ? എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? വിനോദിനെ കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഏത് വിനോദ്? എന്തോ വേണ്ട, ലോക്കപ്പിൽ കിടക്കുന്ന വിനോദിനെ. ആ പോ. വിനോദിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്ത് തെറ്റിയിട്ട് അവനെങ്ങനെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയണം. അല്ല, ഞങ്ങൾ ഇവിടുന്ന് പോയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് വെല്ലുവിളിക്കുന്നോടാ റാസ്കൽ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ കൂട്ടുകാരന്റെ കൂടെ കിടക്കേണ്ടി വരുന്നീല്ല. വരട്ടല്ലേ സാറേ? കോളേജ് പിള്ളേരുടെ അടുത്ത് സാറിന്റെ വരട്ടലൊന്നും വേണ്ട. ഞങ്ങളോട് കളിച്ചാലേ സാറ് വിവരം അറിയും. മോനെ, നീ എന്നെ കളി പഠിക്കുന്ന റാസ്കൽ. ആട്ടിച്ചതിന്റെ പല്ലിയാൻ തെറിപ്പിക്കും. എക്സ്ക്യൂസ് മീ, ഐ ആം അഡ്വക്കേറ്റ് രാംകുമാർ. ഇത് മിസ്റ്റർ സുകുമാര മേനോൻ, വിനോദിന്റെ അച്ഛന്. വിനോദിനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. ഇതാ ബെയിലോടം. എടോ സുരേന്ദ്ര, സർ, അവനെ കൊണ്ടുവാ. നിന്നെ അവർ ഒരുപാട് തല്ലിയോ മോനെ? ഇല്ല സർ. ഓ, ഓക്കെ സർ. താങ്ക് യു. എന്നാ ഞാൻ അങ്ങോട്ട്. ഏത് പെൺകുട്ടിയാണോ ഇവനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്? പെൺകുട്ടി അല്ല എങ്കിൽ പിന്നെ അവളുടെ തന്തയാ, ഇവിടുത്തെ വലിയ ബിസിനസ് മാഗ്നറ്റ്, ഒരു വിശ്വനാഥ മേനോൻ. ഏത് പണച്ചാക്കായാലും കൊള്ളാം, അയാളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. വരടാ.